നീ ആസ്ത്രിക്ക് കൊണ്ടോന്നാ ഇല്ലേ? അളിയ ആശുപത്രി കൊണ്ടുപോകാൻ ഇത് സുക്കടല്ല അളിയ, കൊണക്കെട്, പൊരേന്റെ കൊണക്കെട്. അതിനെന്നെ ഞാനൊരു ഉസ്താദിനെ വരാൻ പറഞ്ഞിട്ടില്ലേ, വന്നിട്ട് നോക്കിട്ട് പറയുമല്ലോ. എന്ത് ഉസ്താദ്? ഓന്റെ വിശ്വാസം അതെങ്കിലും ചെയ്യട്ടലിയ. ഉസ്താദ് വരട്ട് നോക്കട്ട്. നിങ്ങളൊരു ഉസ്താദ്. ഉസ്താദിനെ കുറിച്ചിട്ട് എന്തു പറഞ്ഞാ? മൂപ്പര് വലിയ സിദ്ധന്. തൽച്ചക്കറിന്ന് ബന്ധ മീനെടുത്തിട്ട് വെള്ളം കൂട്ടിയിട്ട് ജീവാക്കിയ മനുഷ്യന് ഉസ്താദ്. അങ്ങനത്തെ ഞാനറിയാത്ത ഉസ്താദ് ഏതിപ്പാ? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്റെ ഒരു ചെറിയൊരു കാര്യമല്ലേ, ഞാൻ ഒന്ന് ഉസ്താദോട് ചോദിച്ചോട്ടാ. ഉസ്താദെ, രാവിലെ 8:30 മണിക്ക് ഞങ്ങളെ നാട്ടിൽ നിന്ന് ഒരു ബസ് ഉണ്ട് ഉസ്താദെ. അതെപ്പോഴും എനിക്ക് കിട്ടല്ല. ഞാൻ പോയിട്ടാകുമ്പോ ബസ് പോയിട്ടുണ്ടാന്ന്. അതെന്തെങ്കിലും എന്റെ പൊരന്റെ എന്തെങ്കിലും കോൺകേടായിട്ടുണ്ടാവും ഉസ്താദെ? അത് പൊരന്റെ കൊണക്കളിലും വരും മോനെ. നിനക്ക് എത്ര മണിക്ക് ബസ്? 8:30 മണിക്ക് ഉസ്താദ്. അപ്പൊ നീ എത്ര മണിക്ക് പൊരേ നിക്കി? 8:30 മണിക്ക് ഉസ്താദ്. അപ്പൊ നീ എന്താക്കറിയോ, നാളെ ഒരു 8:25 പൊരേ നിക്കി. നിന്റെ എല്ലാം ശരിയാവും. നിന്റെ എല്ലാ കൊണക്കെടും തീരും. കിട്ടുമല്ലോ ഉസ്താദ്. സന്തോഷായി ഉസ്താദ്. സന്തോഷം എല്ലാം അവിടെ നിക്കട്ട്. നീ മുത്തരിന്റെ 500 കൊടുത്തിട്ട് നിന്റെ പ്രശ്നത്തിന് പൊരെല്ലാം ഒന്ന് ചുറ്റിയിട്ട് കാണണം. അത് ഓനെ കൊണ്ട് ആന പണിയാ. ആ തുണിയിൽ തച്ചിട്ട് ആ കല്ല് പൊട്ടിക്കാൻ കയ്യോ? അത് തുണിയിൽ കല്ല് പൊട്ടിക്കുന്നല്ലേ ഉസ്താദേ, അത് തുണി അലക്കുന്നല്ലേ. അത് തുണി അണക്കുന്ന കല്ല, അത് കയറേ പുറത്ത് ഇട്ടാനേ കയ്യ. വലിയ ഉണക്കട്. ആയി ഉസ്താദ, നിങ്ങൾക്ക് തുണി അലക്കുന്നല്ലേ ബെഡ്റൂമിലിടാം. അതെന്ത്? അതാടുന്ന് എടുക്കണേ വേണം. അത് ഭയങ്കര ഉണക്കട്. എന്തിപ്പോ അത്? എന്തളിയ ഇത്? ഇത് അളിയാന്റെ സദ്യയല്ല അളിയ. ഇത് 8-10 ഒട്ട ഉണ്ടല്ലോ. ഒരു 5-6 ഒട്ടം പറഞ്ഞ് മാറ്റിക്കൂടെ അളിയ? അത് മാറ്റാ ഉസ്താദേ, ഷഡ്ഡി മാറ്റാ. നിന്റെ സഡ്ഡി മാറ്റുന്ന കാര്യമല്ല പറഞ്ഞത്, ആ കോഴിക്കൂട് മാറ്റണം. അത് വലിയ കൊണക്കട്. ആയി ഞങ്ങൾ പോട്ടെ ഉസ്താദേ. അപ്പൊ ഈ പൊരയില് കക്കൂസടെ നിങ്ങൾക്ക് എന്താ ഉസ്താദ് തൂറാൻ പിടിക്കുന്ന ഉസ്താദ്? തൂറാനല്ല, പൊരന്റെ വാസ്തു നോക്കാന്. കക്കുസോ ആടെ ഉസ്താദേ. കന്നിമൂലയുടെ മോനെ. അത് മംഗലം കഴിഞ്ഞിട്ട് 3 ദിവസം കഴിയുമ്പോ ഞാൻ വിറ്റിന് ഉസ്താദേ. എന്ത്? എന്റെ ഓളെ കല്ലുമാല. നിന്റെ ഓളെ കല്ലുമാലയല്ല, കന്നിമൂല. ഉസ്താദെ, ഈ കന്നിമൂല എന്ന് പറയുമ്പോ എനിക്കൊന്ന് ചോദിക്കാൻ ഉണ്ടായിരുന്നു ഉസ്താദ്. എന്റെ പേരോ ആട്. അപ്പൊ ഈ കന്നിമൂലയിൽ ഞങ്ങളെ കുത്തിയിലുള്ള ഉസ്താദ്, അത് ഈ ദോശ പൊറോട്ട എന്തെങ്കിലും കൊണക്കട് എന്തെങ്കിലും ഉണ്ടോ ഉസ്താദ് പേർക്ക്? അത് വലിയ കൊണക്കട്. കന്നിമൂലയില് കുച്ചില് പാടില്ല. ആടെ ബെഡ്റൂം വരണം. പൊരന്റെ ഉടമസ്ഥന് കിടന്നുറങ്ങുന്ന ബെഡ്റൂം. ഈ ഉടമസ്ഥനെന്ന് ചെല്ലെങ്കിൽ ആധാരം ആരേലുള്ളത്? ഓറ്. അല്ല ഉസ്താദ്, അപ്പൊ ഞാൻ ബാങ്കിന്റെ മാനേജറെ കൊടുന്നിട്ട് ബെഡ്റൂമിൽ കടത്തേണ്ട വരുമല്ലോ ഉസ്താദ്. അതെന്ത്? എന്റെ പൊരന്റെ ആധാരം ഉള്ളത് ബാങ്കിൽ ഉസ്താദ്. ആധാരം നിന്റെ വീട്ടിലല്ല ഉള്ള. അപ്പൊ ഉടമസ്ഥന് നീ. അപ്പൊ നീ അല്ല അവിടെ കിടന്നുറങ്ങേണ്ടത്. അങ്ങനല്ല ഉസ്താദ്. എവിടേക്കടോ നീ പോന്നത്? അല്ല, കടന്നുറങ്ങാൻ. എന്തൊരു മുസീബത്ത് ഇത്. അപ്പൊ ഇതിന്റെ വെള്ളവിടെ? വെള്ളം ഭൂമിന്റെ അടിയെന്നല്ല ഉസ്താദ് എടുക്കുന്നത്. മുത്തലി, ഓന്റെ ബായിക്ക് തുണി തള്ളു. ഞങ്ങൾക്ക് ഈ ജാഗയിൽ വെള്ളമില്ല ഉസ്താദേ.
ഞങ്ങൾക്കിപ്പോ ആ പൊരേന്ന് വെള്ളം തരുന്നത്. ആ പോരേന്നാ അത് അടുത്തേ ഭാഗം ആടുന്ന് വെള്ളം എടുത്തിരാനേ ആവാ വലത്തേ ഭാഗത്തുനിന്ന് എടുക്കാം. ഉസ്താദ് നിങ്ങൾ ഒന്ന് തിരിഞ്ഞിക്കറല ഉസ്താദേ. എന്തിന്? അല്ല ഉസ്താദ് ഒന്ന് തിരിഞ്ഞിക്കറല ഉസ്താദേ. ഇപ്പൊ അതല്ല ഉസ്താദെ വലത്തേ ഭാഗം. ഇപ്പൊ അവിടുന്ന് വെള്ളം എടുക്കാറ് ഉസ്താദേ. ഈ കാര്യത്തിൽ ഉസ്താദ് തോറ്റുപോയാവേ. ഞങ്ങക്ക് അടുപ്പൊന്ന് കാണണം. അടുപ്പിന്റെ തിട്ട കാണണ്ടേ? മുത്തലി, നീ ഓന്റെ ബായിക്ക് തുണി തള്ളിയിട്ടേ. അതെന്തിനാടെ ഒരു കുട്ടക്കഷ്ണോ? അതെന്റെ അനിയന് കടന്നുറങ്ങുന്നത് ഉസ്താദെ. ഈ ഉച്ചക്ക നട്ടുച്ചക്ക ഈ രാത്രി ഇടീ മൊബൈൽ നോക്കിയിട്ട് പകല് കടന്നുറങ്ങുന്നത് ഉസ്താദെ. ലാഹൗല, ഇതന്നെ വലിയ കൊണക്കെട് പരക്ക്. ഇതാ ഉസ്താദ് അടുപ്പ്. എന്തിത്? ഇത് ശരിയേ അല്ല. പടിഞ്ഞാറോട്ട് ഊതണം. അത് ഉസ്താദ് പടിഞ്ഞാറോട്ട് ഊതാൻ ചെല്ലേ. പഠിച്ചോനെ, ഞാൻ നിങ്ങളോട് പറഞ്ഞത് അടുപ്പൂതുന്ന കഥ. കേക്കോട്ട് ഊതാൻ പാടില്ല, പടിഞ്ഞാറോട്ട് ഊതണം. പടിഞ്ഞാറോട്ട്. ലാഹുല. മുത്തലി, എത്ര കൊല്ലായി നീ എന്തൊക്കെ അന്നിട്ടും. എന്തുസ്താദെ, അപ്പൊ എന്ത് ചെയ്യുന്നെല്ലാം പ്രതിവിധി? പ്രതിവിധി എന്ത്? മൊത്തത്തില് ഒരു 20 വർഷം ശരിയല്ല. എന്തിനോ നീ എന്നെ കൊല്ലാൻ നോക്കുന്ന? അല്ല ഉസ്താദ്, ഞാൻ ഇരിപ്പിടം ശരിയില്ലാന്ന് ചെല്ലുമ്പോഴേക്ക് കസാല ശരിയില്ലാന്ന് വിചാരിച്ചു ഉസ്താദെ. അപ്പോ മാറ്റേണ്ടതെല്ലാം മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പോയർട്ടാ. അസ്സലാമലൈക്കും. മുത്തലി, പൈസ. $500 തന്ന ഉസ്താദ്. 500 റുപ്യ? ഇത്രയല്ല പണിയെടുത്തിട്ട് തന്നത് 500 റുപ്യ. പൈസക്ക് വലിയ കഞ്ചൂസ്. ഒക്ക ഓന് കഞ്ചൂസാ? ഓനക്ക് ഞാൻ പണി കൊടുക്കാനുണ്ട്. സാപ്പി, ഇങ്ങോട്ട് വരാ. ആ കട്ട്ല എടുത്തിട്ട് ആ ജനലിലെടുത്ത് നോക്കണം. ആ ജനലെടുത്തിട്ട് ആ കട്ട്ലന്റെ എടുത്ത് നോക്കണം. ആ സിറ്റ് ഔട്ട് പൊളിച്ചിട്ടിട്ട്. അല്ല പിന്നെ നിന്റെ കളി എന്നോട്. കടുപ്പ് എടുത്തേക്ക് മതിയ. ഷാഫിന്റെ വീടല്ലേ ഇത്? അതെയല്ലോ, ഞാനെന്നെ ഷാഫി. ആരിപ്പാ മനസ്സിലായിട്ടില്ല? ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വരാണ്. ഇവിടുന്ന് ആരാണ് എന്നെ കോൾ ചെയ്തത്? ഞാനാ സാറേ നിങ്ങളെ വിളിച്ചത്. പിള്ളമാർക്ക് ഛർദിയല്ലായിട്ട് 2-3 ദിവസമായി സാറേ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നില്ല. കിട്ടിയ ഉസ്താമാരൊക്കെ വിളിച്ച് ഇങ്ങനെ കാണിക്കുന്നു സാറേ. എന്താ ഷാഫി നിങ്ങൾക്ക് ഇങ്ങനെ? നിങ്ങൾ ന്യൂസ് ഒന്നും കാണാറില്ലേ? കാസർഗോഡ് ജില്ലയിൽ മഞ്ഞപ്പിത്തം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തടയാൻ വേണ്ടി ഞങ്ങൾ രാത്രി പോലും ഓടി നടക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഈ നിസ്സരണം കാണിച്ചാല് നമുക്ക് ഈ പകർച്ചവ്യാധിയെ തടയാൻ സാധിക്കില്ല. എല്ലാവരോടായിട്ട് പറയാം, മഞ്ഞപ്പിത്തത്തെ നിങ്ങൾ അങ്ങനെ നിസ്സാരമായി കാണരുത്. ആർക്കെങ്കിലും രോഗലക്ഷണം കണ്ടാൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. വെള്ളത്തിൽ പകരാനാണ് സാധ്യത കൂടുതലുള്ളത്. അതുകൊണ്ട് തിളപ്പിച്ചാറ്റിയ വെള്ളമേ കുടിക്കാൻ പാടില്ല. അതേപോലെ നിങ്ങളെ കുട്ടികളെ അടുത്ത വീട്ടിലേക്ക് കളിക്കാൻ വിടാം, മദ്രസിലേക്ക് വിടാം, സ്കൂളിലേക്ക് വിടാൻ പാടില്ല. അതേപോലെ നമ്മുടെ വീട്ടിൽ ഫംഗ്ഷൻ നടത്താൻ പാടില്ല. നമുക്ക് നടത്താം, പിന്നീട് നടത്താം. അപ്പോ എല്ലാരും എന്ത് ചെയ്യാ? ജാഗ്രത പാലിക്കുക. ഓക്കെ ഷാഫി, മനസ്സിലായല്ലോ? വെറുതെ അങ്ങ് മൂളിയാ പോരാ. കുട്ടികൾ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ ഞങ്ങൾ അതിന്റെ തുടർ നടപടി എടുക്കും. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോവാ. അളിയാ, ഞാൻ
പറഞ്ഞത് എന്താ എളിയ കറക്റ്റായില്ല എളിയ നിങ്ങൾ വെറുതെ അന്ധവിശ്വാസത്തിന് വെക്കുന്നൊന്നും പോണ്ട. ആ നേരത്തെ വന്ന ഉസ്താദില്ലേ, അയാൾ നല്ല ഉസ്താദെന്നല്ല, അയാൾ പൈസന്റെ ആള്. നല്ല ഉസ്താദ്മാർ അങ്ങനെ പറയാല. നേരത്തെ എൽത്താർ വന്നിട്ട് പോയിട്ട് പറഞ്ഞ കറക്റ്റായില്ല എളിയ. അളിയൻ പറഞ്ഞത് ശരി തന്നെ, ആ ഓഫീസർ പറഞ്ഞതിൽ കുറച്ചല്ല കാര്യമുണ്ട്. പക്ഷെ എന്നാലും എന്തോ ഒരു കൊണക്കടയൊക്കെ ഉണ്ട്. ഇത് നേരാന്നേ.